ഡീസലും പിന്നെ മണ്ണെണ്ണയും കൂടെ ചേർന്നാണെന്ന് DSP സാർ പറഞ്ഞു. കതവെല്ലാം പുകയായിട്ടിരിക്കുന്നു. പിന്നെ ഇതോ അവിടെ തീയും ഇട്ടിരിക്കുന്നു. സ്കെൽറ്റ് ആളുകളാണ് രണ്ടുപേരും. നമസ്കാരം, ഇത് പുതുക്കരിയാണ്. പുതുക്കരി എന്ന് പറയുമ്പോൾ ചിറയൻകീഴ് ശാർക്കര പുതുക്കരിയാണ്. ഇവിടെ ഇത് 16-ാം വാർഡാണ്. ഈ 16-ാം വാർഡിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നു. 16-ാം വാർഡിൽ താമസിക്കുന്ന ടിൻറ്റുമോൾ ഇപ്പോൾ 17-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ടിൻറ്റുമോളുടെ 16-ാം വാർഡിലെ വീട് കത്തിക്കാൻ ശ്രമം, വാതിൽ കത്തിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഈ അടുക്കളയിലേക്ക് കത്തിച്ച സാധനങ്ങൾ എറിഞ്ഞു. ഏതായാലും ഒരു വലിയ വിപത്തിൽ നിന്നാണ് ഈ വീടും കുടുംബവും ഒക്കെ രക്ഷപ്പെട്ടത്. എൻ്റെ പേര് വിജയൻ. ടിൻറ്റുവിൻ്റെ അച്ഛനാണ്. ഇതിപ്പോൾ മത്സരിക്കുന്നതിന് ശേഷമുള്ള പകയോ മുമ്പുള്ള വിഷയം എന്തെങ്കിലും അറിയാമോ? നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സ്ഥാനാർത്ഥിയായിട്ട് നിന്നതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഓരോന്നും നമുക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? ഇത് നമ്മളെ കരുതി കൂട്ടി എന്തായാലും ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതാണ്. കൊല്ലാൻ ശ്രമിച്ചത് തന്നെ. 12 മണിക്ക് ശേഷം ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് പോയി. ഇത് 1:10 ഈ സംഭവം നടക്കുന്നത്. നേരം വെളുത്ത 5 മണിക്ക് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ മാറ്റും ചവിട്ടുമെത്ത എല്ലാം കരിഞ്ഞ് ഇവിടെ ഞങ്ങൾ പിന്നെ നേരം വെളുത്തതിന് ശേഷമാണ് കണ്ടത്. അപ്പോൾ ഞാൻ വെക്കം ചെന്ന് ഇവരെ അണ്ണനെയും വിളിച്ച് എൻ്റെ മോളെയും വിളിച്ചിട്ട് പറഞ്ഞു, ആ മക്കളെ അത്രയും കതവെല്ലാം പുകയായിട്ടിരിക്കുന്നു. പിന്നെ ഇതോ അവിടെ തീയും ഇട്ടിരിക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് പട്ടി എങ്ങാനും വല്ലതും വേസ്റ്റ് എങ്ങനെ തള്ളി. അപ്പം നോക്കിയപ്പോൾ മണ്ണെണ്ണയുടെ സ്മെല്ല്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് എന്തൊരു ചെയ്യണമെന്ന് അറിയാൻ വയ്യ. 6 മണി വരെ ഞങ്ങൾ അപ്പോഴത്തന്നെ നമ്മൾ വീഡിയോ ക്യാമറ വീഡിയോ കിട്ടിയായിരുന്നോ? കത്തുന്ന വീഡിയോ കിട്ടിയില്ല. ഇതിൻ്റെ പുക വരുന്നുണ്ട്. കാര്യം ഈ വാതിലിൻ്റെ അങ്ങോട്ടുള്ള ഈ ദൃശ്യം നമ്മുടെ ക്യാമറയിൽ കിട്ടൂല. നമ്മൾ ഈ റോഡിൻ്റെ ഫോക്കസ് മാത്രമേ കിട്ടൂ. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് കറക്റ്റ് 1:10 1:10 ഹെൽമെറ്റും ഇട്ട് ഈ മഴക്കോട്ടും ഇട്ട് 2 പേര് ഇതിൽ ഈ വഴി കാണാം. അതിൻ്റെ ദൃശ്യരൂപം പോലീസ് ലഭിച്ചിട്ടുണ്ട്. പോലീസിൽ മാത്രമല്ല മറ്റ് വീഡിയോക്കാരെല്ലാം എടുത്തിട്ട് പോയിട്ടുമുണ്ട്. അവിടെ നിന്ന് 2 പേരും കൂടെ സംസാരിച്ചു. പക്ഷേ സ്കെൽറ്റ് ആളുകളാണ് 2 പേരും. മാത്രമല്ല ഇത് കത്തിച്ചതിന് ശേഷം ഇവിടെ വന്ന് നിന്നും കൊണ്ട് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുന്നുണ്ട്. അത് മൊബൈലിൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിൽ കാണാമല്ലോ ഇത് ഇവിടെ. അപ്പോൾ ഇത് കരുതിക്കുട്ടി ആരോ ജയിപ്പിച്ചാണെന്നാണ് നമ്മുടെ ഊഹം. മൊബൈലിൽ പിടിച്ച് അവർക്ക് ഇതിന്റെ ദൃശ്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ മൊബൈലിൽ എടുത്ത്. അപ്പോൾ ഇവരിവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഈ തീ ഇങ്ങനെ ആളി കത്തുന്ന പുക ദൃശ്യങ്ങൾ നല്ല ഇതിൻ്റെ വെളിച്ചം അവരെ ഷർട്ടിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഷർട്ടിലല്ല, ആ മഴക്കോട്ടിൽ. അത് ഈ ഹെൽമെറ്റൊക്കെ നല്ല തിളക്കം വരുന്നുണ്ട്. ഇതിൻ്റെ ഈ പുക തീയുടെ ഇതുകൊണ്ട് മാസ്ക് പിന്നെ ഗ്ലൗസ് റെയിൻകോട്ടും ഒക്കെ ഇട്ടാണ് വന്നത്. അന്ന് രാത്രിയില്ല ചാറ്റ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെയിൻകോട്ട് ഇട്ട് വന്നപ്പോഴത്തേക്കും ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മുഖം മൂടിയ പോലെ. ഒരാൾ കട്ട ഷർട്ട്, ഒരാളിൻ്റെ പാൻറ് വെള്ള, എന്നിട്ട് റെയിൻകോട്ട് ഇട്ടിരിക്കുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ കണ്ടത്. ഇത് എല്ലാം അന്ന് രാവിലെ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്ത് പോലീസുകാർക്ക് ഇതിൻ്റെ വീഡിയോസ് എല്ലാം ഇട്ടുകൊടുത്ത് അവർ കണ്ടതിന് ശേഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ പോലീസ് എസ്കോർട്ട് വന്നിരിക്കുന്നത്. ഈ വഴിയെ കൂടെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിലേ വരണമെങ്കിൽ ഇതിന് അറിയാവുന്ന മറ്റു റോഡേ വന്നിട്ട് ആ പുരയിടം വഴി ഇങ്ങനെ കയറി വരാം. അപ്പോൾ പോലീസ് എല്ലാം പോയി അങ്ങ് ദൂരെ നിന്നാണ് ഇതിൻ്റെ മണ്ണെണ്ണ കുപ്പിയാണോ ഡീസൽ കുപ്പിയാണോ എന്ന് അറിഞ്ഞില്ല. ഡീസലും പിന്നെ മണ്ണെണ്ണയും കൂടെ ചേർന്നാണെന്ന് DSP സാർ പറഞ്ഞത്. അപ്പം പെട്രോളായിരുന്നു പെട്ടെന്ന് ഇതുവരെ ആരും പിടിച്ചിട്ടില്ല. അല്ല, ഇതുവരെ നമുക്ക് ഒരു മുന്നറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ഏതായാലും വളരെ വേദനാജനകമായ സംഭവമായി പോയി. കാരണം നമ്മൾ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. കാരണം ഇങ്ങനെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആളിനെ വീട് കത്തിച്ച് ചുട്ടുകൊല്ലുക എന്നുള്ളതൊക്കെ നമ്മൾ ദൂരെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ കേട്ട് മാത്രമേ അറിവുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന വീട്. ഇവിടെ രാത്രി 1:10 ഇവിടുത്തെ വീട്ടുകാരെ ഇലക്ഷൻ്റെ പേരിൽ മണ്ണെണ്ണയും ഡീസലും മിക്സ് ചെയ്ത മിശ്രിതം ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച മാത്രമല്ല, കത്തിച്ചതിന് ശേഷം അവർ വീഡിയോ എടുത്തു. അവർ മാറി നിന്ന് അതിൻ്റെ വീഡിയോ എടുത്തു. അപ്പം വ്യക്തമാണ് ആരോ പറഞ്ഞു വിട്ട ആൾക്കാരാണ്, ആരെയോ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത് വ്യക്തമാണ്. ഏതായാലും പ്രതികൾ ഉടനെ തന്നെ നിയമത്തിൻ്റെ മുന്നിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിസ്മയൻസിനുണ്ട് ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത്ത് മലയാള സൈനിങ് ഓഫ്.